ചാത്തന്റെ കഥാലോകം എപ്പിസോഡ് 2 എല്ലാവർക്കും സ്വാഗതം. അതിനു മുമ്പ് ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ, എപ്പിസോഡ് 1 കണ്ടവർക്കും അത് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തവർക്കും കമന്റ് ചെയ്തവർക്കും എല്ലാം ഞാൻ നന്ദി അറിയിച്ചുകൊണ്ട് എപ്പിസോഡ് 2 നമ്മൾ കടക്കുകയാണ്. വെൽക്കം ടു ചാത്തന്റെ കഥാലോകം എപ്പിസോഡ് നമ്പർ 2. എപ്പിസോഡ് 2 നമ്മൾ പറയാൻ പോകുന്നത് അന്റാർട്ടിക്കയിലെ ഹിഡൻ പിരമിഡ്സിനെ കുറിച്ചാണ്. സോ എല്ലാവർക്കും വൺസ് അഗൈൻ വെൽക്കം ടു ചാത്തന്റെ കഥാലോകം. വീഡിയോ കാണുന്നവർ എല്ലാവരും ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രപഞ്ചത്തിലെ ഏറ്റവും തണുത്ത നിർജ്ജനമായ ഭൂഖണ്ഡം അന്റാർട്ടിക്ക. എന്നാൽ ആ എൻലെസ് സ്നോയിൽ സയന്റിസ്റ്റ് കണ്ടത് ഈജിപ്തിലെ പിരമിഡ്സിനെ പോലെ കാണുന്ന സ്ട്രക്ചറുകൾ. സാറ്റലൈറ്റ് ഇമേജിൽ കാണപ്പെടുന്ന ഈ സ്ട്രേഞ്ച് ഷേപ്സ് കോൺസ്പിറസി തിയറിസ്റ്റും ഏലിയൻ റിസർച്ചേഴ്സും വലിയ ചർച്ചയെ തുടർത്തു. 2012 യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ സാറ്റലൈറ്റ് ഇമേജസ് അനലൈസ് ചെയ്യുമ്പോഴായിരുന്നു ആദ്യമായി വലിയ ട്രയാങ്കുലർ മൗണ്ടൻ ഷേപ്സ് കണ്ടത്. ഈ ഇമേജസിൽ സ്നോ കവേർഡ് അന്റാർട്ടിക്കയിൽ 3 മുതൽ 4 വരെ പെർഫെക്റ്റ് പിരമിഡ് ഷേപ്പ് സ്ട്രക്ചേഴ്സ് പ്രത്യക്ഷപ്പെട്ടു. അവ എക്സാക്ട് 4-ഫേസ്ഡ് പിരമിഡ് ജിയോമെട്രി ഉള്ളതുപോലെ ദൂരത്തിൽ നിന്നും കാണപ്പെട്ടു. അന്റാർട്ടിക്കയിൽ പൈതൃക സംസ്കാരങ്ങൾ ഇല്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ പെർഫെക്റ്റ് ട്രയാങ്കുലർ ജിയോമെട്രി ഫോർമേഷൻ പ്രകൃതിദത്തമായി ഉണ്ടാക്കാൻ അത്ര സാധ്യതയില്ല എന്ന് ചില ജിയോളജിസ്റ്റ് അഭിപ്രായപ്പെട്ടു. ഇതോടെ ഏൻഷ്യന്റ് ഏലിയൻ തിയറി വരുന്നു. എർത്തിൽ തന്നെയുള്ള ഒരു ലോസ്റ്റ് സിവിലൈസേഷൻ അന്റാർട്ടിക്കയിൽ അടങ്ങിയിരുന്നതാണോ? 3 തരം തിയറീസ് ആൻഡ് മിത്സ് ഉണ്ട്. അതിൽ തിയറി നമ്പർ 1 പറയുന്നത് ഏൻഷ്യൻ അഡ്വാൻസ് സിവിലൈസേഷൻ. ചിലർ പറയുന്നു അന്റാർട്ടിക്ക തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ബാക്ക് ഐസ് ഫ്രീ ആയിരുന്നു. ഗ്രീൻലാൻഡ് പോലെയുള്ള നോർമൽ ക്ലൈമറ്റ് ആയിരുന്നുവെങ്കിൽ അവിടെ ജീവിച്ച അഡ്വാൻസ് സിവിലൈസേഷനാണ് ഈ പിരമിഡ് നിർമ്മിച്ചത്. തിയറി നമ്പർ 2 ഏലിയൻ സ്ട്രക്ചേഴ്സ്. ഏൻഷ്യന്റ് ഏലിയൻ സപ്പോർട്ടേഴ്സ് പറയുന്നു ഇവ ഏലിയൻ ലാൻഡിംഗ് സ്ട്രക്ചേഴ്സ് ആകാം, അല്ലെങ്കിൽ എർത്തിലേക്ക് വന്നവരുടെ എനർജി ഹബ്സ്. തിയറി നമ്പർ 3 നാച്ചുറൽ ഫോർമേഷൻസ്. ഒഫീഷ്യൽ ജിയോളജിസ്റ്റ് പറയുന്നത് ഇവ ന്യൂനടെക് മൗണ്ടൻസ് ആണ്, അതായത് ഗ്ലേസിയേഴ്സ് മെൽറ്റ് ചെയ്യുമ്പോൾ ഐസിൽ നിന്നും പുറത്തു കാണുന്ന പോയിന്റഡ് റോക്കി പീക്സ്, നാച്ചുറലി പിരമിഡ് ഷേപ്പ് കിട്ടിയ മൗണ്ടൻസ്. 1901 മുതൽ 1913 വരെയുള്ള ബ്രിട്ടീഷ് അന്റാർട്ടിക്ക എക്സ്പെഡിഷനിൽ എക്സ്പ്ലോറർ റോബർട്ട് ഫാൽക്കൺ സ്കോട്ട് അന്റാർട്ടിക്കയിൽ സ്ട്രേഞ്ച് റോക്ക് ഫോർമേഷൻ കണ്ടതായി രേഖപ്പെടുത്തി. എന്നാൽ അദ്ദേഹം പിരമിഡ്സ് എന്ന് പറഞ്ഞില്ല, പക്ഷേ ആംഗുലർ റോക്കി ഔട്ട്ക്രോപ്സ് എന്നാണ് രേഖ. 2016 വീണ്ടും അന്റാർട്ടിക്ക ഡ്രോൺ സർവേസ് ആൻഡ് സാറ്റലൈറ്റ് ഇമേജസ് എടുക്കുമ്പോൾ പിരമിഡ് ഷേപ്ഡ് ഷാഡോസ് വീണ്ടും ശ്രദ്ധ പിടിച്ചുപറ്റി. എന്നാൽ നാസ, ESA, ജിയോളജിക്കൽ സർവേസ് എല്ലാം പറഞ്ഞു These are natural formations, not man-made structures. അന്റാർട്ടിക്കയിലേക്കുള്ള ആക്സസ് റിസ്ട്രിക്റ്റഡ് ആണ്. അന്റാർട്ടിക്ക ട്രീറ്റി അനുസരിച്ച് മിലിറ്ററി ബേസ്, കൺസ്ട്രക്ഷൻ, മൈനിങ്, ഇൻഡിപെൻഡന്റ് എക്സ്കവേഷൻ എല്ലാം നിരോധനത്തിലാണ്. അതുകൊണ്ട് തന്നെ കോൺസ്പിറസി സപ്പോർട്ടേഴ്സ് പറഞ്ഞു ഗവൺമെന്റ്സ് അന്റാർട്ടിക്കയിലെ ഏൻഷ്യൻ സീക്രട്ട് മറച്ചുവെക്കുകയാണ്. ഈ പിരമിഡ് ഷേപ്സ് പ്രകൃതിദത്തമാണോ, അല്ലെങ്കിൽ മനുഷ്യരും ഏലിയൻസും ചേർന്ന് നിർമ്മിച്ച ഏൻഷ്യൻ സ്ട്രക്ചർ ആണ്? സയൻസ് പറയുന്നത് ഇവ ന്യൂനടെക് മൗണ്ടൻസ് ആണ്. കോൺസ്പിറസി തിയറിസ്റ്റുകൾ പറയുന്നത് അന്റാർട്ടിക്കയിൽ മറ്റാരും അറിയാത്ത ഒരുപാട് രഹസ്യങ്ങളുണ്ട് എന്നാണ്. നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്? അന്റാർട്ടിക്ക ഹിഡൻ പിരമിഡ്സ് ഒരു സത്യമായ രഹസ്യമോ, അതോ അർബൻ ലെജൻഡ് ആണോ? കമന്റിൽ അഭിപ്രായം പറയൂ. ഇത്തരത്തിലുള്ള മിസ്റ്ററി ആൻഡ് ഹിസ്റ്ററി വീഡിയോയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു എപ്പിസോഡുമായിട്ട് ഉടൻ വരുന്നതാണ്. ചാത്തന്റെ കഥാലോകത്തിന്റെ എപ്പിസോഡ് നമ്പർ 2 എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ദയവായി എല്ലാവരും ലൈക്ക് ചെയ്യുക, വീഡിയോയിൽ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് കഥകളുമായി മുന്നോട്ട് വരുന്നതാണ്. എല്ലാവർക്കും നന്ദി.